ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്കത് വളരെ ഈസി ആയിട്ട് 1 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബറോട്ട തയ്യാറാക്കി എടുക്കാം. മാവൊന്നും കുഴയ്ക്കാതെ വീശി അടിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സോസ് ബോട്ടിലാണ് കേട്ടോ ഞാൻ ബറോട്ട തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ബറോട്ട ലവേഴ്സ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദാമാവാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടി നമുക്ക് എടുക്കാം, പക്ഷേ മൈദ ആകുമ്പോഴാണ് ആകെ ഒരു കറക്റ്റ് ബറോട്ടയുടെ ടേസ്റ്റായിട്ട് വരുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ കുത്ത് പോലെ കാണുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. അതിനായിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന മാവ് അനുസരിച്ച് മുട്ട 1 or 2 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് 2 മുട്ട നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വലിയ മുട്ട ആയാലും മതി. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു ചെറിയ മുട്ടയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ മൈദാമാവ് എടുത്ത അതേ കപ്പിൽ തന്നെ, മെഷറിംഗ് കപ്പിൽ തന്നെ അതിലൊരു പകുതിയോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ആ കപ്പിൽ തന്നെ, സെയിം കപ്പിൽ തന്നെ നമുക്കൊരു പകുതിയോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇവിടെ ഈ ഒരു ബാറ്റർ ഓവറായിട്ട് ലൂസായി പോവുകയും വേണ്ട, അതുപോലെ തന്നെ ഓവറായിട്ട് തിക്കാവുകയും വേണ്ട, ഒരു മീഡിയമായിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹാഫും കൂടെ ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പോളം പാലും അതുപോലെ തന്നെ 1 കപ്പോളം വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഓവറായിട്ട് വെള്ളം കൂടരുത്, അതുപോലെ തന്നെ തിക്കാവുകയും ചെയ്യരുത്. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന പാലായാലും വെള്ളമായാലും അത് നമ്മൾ നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് നമുക്ക്. ഇനി നമുക്ക് ഇതുപോലൊരു സോസ് ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നോർമലായിട്ടുള്ള ബോട്ടിലായാലും മതി. അതിൻ്റെ മുകളിലെ അടപ്പിൽ നമുക്ക് കുറച്ചൊന്ന് ഹോളിട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബാറ്റർ ഈ ഒരു ബോട്ടിലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബാറ്റർ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് അപ്പം തന്നെ നമുക്ക് ഇത് ബോട്ടിലോട്ട് മാറ്റി ചുട്ടെടുക്കാൻ പറ്റും. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മാവൊന്നും കുഴയ്ക്കാതെ അതുപോലെ തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ട് ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് വരുമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബറോട്ട തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലൊന്നും ചൂടടിക്കാതെ നമുക്കിങ്ങനെ ചുറ്റിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയൊരു വീതിക്ക് വേണമെങ്കിൽ ആ രീതിയിലാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും നമുക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ബറോട്ട ഇഷ്ടമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ട്രിക്കാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സോഫ്റ്റിന് കുറവോ അതുപോലെ തന്നെ ടേസ്റ്റിന് കുറവോ ഒന്നുമില്ല. നല്ല സോഫ്റ്റായിട്ടും പെർഫെക്റ്റും ആയിട്ടുള്ളൊരു ബറോട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ബറോട്ടയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.